ആക്ടിവിസ്റ്റ് ധന്യ രാമൻ നമുക്കൊപ്പം ചേരുന്നു. ധന്യ, ഈ ദളിത് യുവതിക്ക് നേരെ ഉയർന്ന ഈ വിഷയം സ്വർണം മോഷ്ടിച്ചെന്നുള്ള ആരോപണം വരിക, പിന്നെ പോലീസ് ഉപദ്രവിച്ചു എന്നുള്ള ഒരു പരാതി, മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ നേരിട്ട് ഇടപെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വളരെ ഗുരുതരമായിട്ടുള്ള പരാതികളൊക്കെ ഉണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. നമ്മളെല്ലാവരും ഇത് അറിയാൻ വൈകി പോയി എന്നുള്ളതാണ്. അപ്പൊ ഏതാണ്ട് 25 ദിവസമായി ഇപ്പോ ഈ ഒരു സംഭവം നടന്നിട്ട്. അപ്പൊ അവരുടെ വീടിനടുത്തുള്ള അവരുടെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ പോലും സപ്പോർട്ട് അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, വഞ്ചിയൂർ കോടതിയിൽ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായപ്പം മാധ്യമങ്ങൾ പിന്തുണച്ചു, മന്ത്രി പോയി, MLA പോയി, അവർക്ക് പൊളിറ്റിക്കൽ സപ്പോർട്ട് കിട്ടി, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും, മഹിള, അങ്ങനെ എല്ലാവരും പോയി അവർക്ക് ഒരു പിന്തുണ കൊടുത്തു. അങ്ങനെ ഒരു ഈച്ച പോലും ബിന്ദുവിന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. അത്രയും ഒരു മനുഷ്യനോട് അവർക്കുണ്ടായ മാനസികാഘാതം പുറത്ത് അറിയാൻ തന്നെ അതുകൊണ്ട് വൈകിപ്പോയി. അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ എല്ലാവരും ഇടപെട്ടു. ഞാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു, അദ്ദേഹത്തോട് സംസാരിച്ചു, ACP-മാരോട് സംസാരിച്ചു. ഞാൻ തന്നെയാണ് പട്ടികജാതി ക്ഷേമ സമിതിയിൽ പ്രവർത്തകരെ അറിയിച്ചത്. PKSകാർ ഉടനെ ബിന്ദുവിന്റെ വീട്ടിൽ പോയി, പിന്നെ അവർ DGPയെ പോയി കണ്ടു, പരാതി കൊടുത്തു. കൃത്യമായിട്ടുള്ള നടപടി വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. കാരണം പേരുക്കട പോലീസ് സ്റ്റേഷനിൽ ഒരു കുത്തഴിഞ്ഞ രീതിയിലുള്ള ഒരു പോക്കാണ്. ആ SHOയ്ക്ക് അവിടെ ആ സ്റ്റേഷനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ജോയിൻ ചെയ്ത 2019 ശേഷമുള്ള ഈ സബ് ഇൻസ്പെക്ടർമാരൊക്കെ ഈ ആക്ഷൻ ഹീറോ ബിജു കളിക്കലാണ്. ചില ഉദ്യോഗസ്ഥരെങ്കിലും അവരങ്ങനെ ഒരു കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു പ്രതിയെ അല്ലെങ്കിൽ ഒരു പരാതി കിട്ടിയാൽ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള അറിയാം. പക്ഷെ നിങ്ങളൊന്ന് ഓർത്തു നോക്കണം, ഇപ്പുറത്തെ ഒരു ദളിത് സ്ത്രീയാണ്, കറുത്തിരിക്കുന്ന ഒരു വീട്ടുജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ, മാല കാണുന്നില്ല എന്ന് പറയുമ്പോൾ അവരെ അങ്ങ് കുറ്റവാളിയാക്കുകയാണ്. നീ അവിടെ ടോയ്ലറ്റിൽ കിടന്നോ, നിന്റെ വീട്ടിലേക്ക് നീ വിളിക്കണ്ട, നിന്റെ 2 പെൺമക്കളെ കേസിൽ പ്രതിയാക്കും. അങ്ങനെയൊക്കെ അവരെ ഇത്രയും ഹീനമായിട്ട് അവരുടെ അടുത്ത് പെരുമാറാനായിട്ട് ഇങ്ങനത്തെ ഉദ്യോഗസ്ഥരെ സർക്കാരിന്റെ സർവീസിൽ ഇരിക്കാൻ യോഗ്യതയില്ല. ഇങ്ങനത്തെ ഉദ്യോഗസ്ഥരുടെ സേവനം ഇവിടെ ആവശ്യമില്ല എന്നുള്ളതാണ്. സിറ്റി പോലീസ് കമ്മീഷണർ ആ പേരുക്കട SHO SI അടിയന്തരമായിട്ട് അവിടുന്ന് റിമൂവ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ ആ സ്റ്റേഷന്റെ പോക്ക് വളരെ ഗുരുതരമാണ്. ഒരു മനുഷ്യനോട്, ഒരു സാധാരണക്കാർക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ഒരു ഇടമായിട്ട് മാറും. ഈ തിരുവനന്തപുരം സിറ്റി തന്നെ ഒരു സൈഡിൽ ഒരു പോലീസുകാരെ കുത്തേൽക്കുന്നു, അവർക്ക് പരിക്കേൽക്കുന്നു, അവര് സമൂഹത്തിന് വേണ്ടി അങ്ങനെ നിലനിൽക്കുമ്പോൾ അവർക്ക് അപമാനമാണ് പേരുക്കട സ്റ്റേഷനിലെ ഈ പോലീസുകാരൊക്കെ. ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയും അവസാനം പ്രസാദ് എന്ന SI പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, നീ ഇനി ഈ പോലീസ് സ്റ്റേഷന്റെ പരിധി പോലും കയറി പോകരുതെന്ന്. അങ്ങനെ പറയാനായിട്ട് പ്രസാദിന് സ്ത്രീധനം കിട്ടിയ വകയല്ലല്ലോ പേരുക്കട പോലീസ് സ്റ്റേഷനും അതിന്റെ ഏരിയയും. അപ്പൊ ഇത്രയും എന്ത് വേണമെങ്കിലും ഇത് പുറത്തറിയാൻ പോകുന്നില്ല എന്നാണ് അവരൊക്കെ ധരിച്ചു വെച്ചിരുന്നത്. പക്ഷെ ഇത് പുറത്തറിഞ്ഞു, പൊതുസമൂഹം അറിഞ്ഞു, മാധ്യമങ്ങൾ ഇടപെട്ടു, അപ്പോഴത്തേക്ക് ഇത് ചർച്ചയായി. ഇനി അവർക്ക് എന്തായാലും നീതി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒന്ന് തുടരുക ധന്യ. ഒരൊറ്റ സെക്കൻഡ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിക്കുന്ന വിഷയം. കേരളത്തെ ബാധിച്ചു തകർത്തു തരിപ്പണമാക്കി. എന്നിട്ടാണ് ഇവർ 4ാം വാർഷികം ആഘോഷിക്കുന്നത്. 200 കോടി രൂപ, 26 കോടി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. 200 കോടി ആയാലും ഇവരുടെ ഈ ആഘോഷം അവസാനിക്കില്ല. മുഖ്യമന്ത്രിയുടെ പടം വയ്ക്കാൻ മാത്രം 15 കോടി രൂപയുടെ ഹോർഡിങ്സ് ആണ് കേരളം മുഴുവൻ വെച്ചിരിക്കുന്നത്. ഇനി എനിക്കൊരു ചോദ്യം കൂടിയുണ്ട് മുഖ്യമന്ത്രിയോട്. നിങ്ങളുടെ ഈ 4ാം വാർഷികം പ്രമോഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പരസ്യമല്ലാതെ മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുന്നുണ്ടോ? നേരത്തെ ആ വിഷയത്തിൽ യുവതിക്കെതിരെ പോലീസ് നടത്തിയ മാനസിക പീഡനത്തിൽ കൂടെ പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. വീണ്ടും ധന്യ, ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും ഈ വിഷയത്തിന് ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട്. പരാതി ആ ഭാഗത്തേക്കും ഉയരുകയും ഉണ്ടായി. അപേക്ഷ വലിച്ചെറിഞ്ഞു എന്ന തരത്തിലുള്ള പരാതികളും ഒക്കെ ഉണ്ട്. കൃത്യമായിട്ടുള്ള വകുപ്പുകളുടെ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടാകണം. അങ്ങനെ ഒരു ആവശ്യം കൂടി ഇല്ലേ? അത് നടക്കുന്നുണ്ടോ? അങ്ങനെ ഞങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് ഞങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ മാധ്യമങ്ങളല്ലാതെ മറ്റൊരു സംവിധാനം ഇവിടെ ഞങ്ങൾക്ക് വളരെ കുറവാണ്. പോലീസിലേക്ക് ഒരു പരാതി കൊടുത്താൽ 25 ദിവസം, അല്ലെങ്കിൽ അതുപോലെ ഞങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള മന്ത്രിമാർ വേണം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് വേണം ഞങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ ഒരു സമുദായ നേതാക്കന്മാർ വേണം. എല്ലാവരും ഇത് അറിഞ്ഞു പറക്കി ഇത് ഇടപെടുമ്പോഴത്തേക്കും ഇപ്പുറത്തെ ആള് ചത്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ അവസ്ഥ. ഒരു സ്ട്രോങ് ആയിട്ട് ഇപ്പൊ നമ്മളൊക്കെ ഇടപെട്ട് പറയുന്നതിന് മുമ്പേ ഇത് അറിയുന്ന ഇപ്പൊ ഒരു അധികാരിയുടെ അടുത്തേക്കായിരിക്കും ആദ്യം പോകുന്നത്. ഒന്നുകിൽ സിറ്റി പോലീസ് കമ്മീഷണർ അല്ലെങ്കിൽ DGP. അവർക്ക് പറയാം. അതൊരു സാമൂഹ്യ മാറ്റത്തിന്റെ തുടക്കം കൂടിയാണ്, നിയമമാറ്റത്തിന്റെ തുടക്കം കൂടിയാണ്. എത്രയോ ഞങ്ങളോട് കാണിച്ച അനീതികേടിന്റെ ബാക്കിയാണ് ഇതൊക്കെ. ഇന്നും ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷനും കയറി, കോടതിയും കയറി, ജയിലും, ഇങ്ങനെ ഈ ഒരു അലച്ചിലാണ് ഞങ്ങളുടെ മനുഷ്യർക്ക്. എന്തെല്ലാം സംഭവിച്ചാലും പ്രോപ്പറായിട്ടൊരു ആക്ഷൻ എടുക്കാനായിട്ട് ഇന്ന് വരെ ഈ നിയമ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇതുപോലെ ഒരു 100 ചർച്ചയും കഴിഞ്ഞ് നമ്മൾ സംസാരിച്ച് അവസാനമാണ് നീതിയിലേക്ക് എത്തുന്നത്.
അപ്പൊ അത്രയൊക്കെ വലിച്ചു നീട്ടേണ്ട കാര്യമുണ്ടോ ഈ സമൂഹത്തിൽ? പെട്ടെന്ന് ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് കഴിഞ്ഞ ദിവസം നീതി കിട്ടിയതായിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. മന്ത്രി പി രാജീവ് പോയിട്ട് വക്കീലിനെ സന്ദർശിക്കുന്നു. അതൊക്കെയാണ് സാമൂഹ്യമായിട്ട് മാറിയ ഒരു സൊസൈറ്റിയുടെ ലക്ഷണമാണത്. പക്ഷെ അത് താഴെ തട്ടിലേക്ക് അരികുവൽക്കരിക്കപ്പെട്ടവരുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവർ ഈ ഉത്തരവാദിത്വം പോകുന്നു എന്നുള്ളതാണ്. ഒരാൾ മോഷ്ടിച്ചിട്ടില്ല, മോഷ്ടാവാണെന്ന് പരാതി കൊടുക്കുന്നതേ ഉള്ളൂ. കൊടുക്കുമ്പോഴത്തേക്കും അവരെ അങ്ങ് മോഷ്ടാവാക്കി നീ അങ്ങനെയാണ്. അവർക്കൊരിക്കലും ജീവിതത്തിലേക്ക് മാനസികമായിട്ട് ഉയർത്തെഴുന്നേറ്റ് വരാൻ പറ്റാത്ത രീതിയിൽ ആ സ്ത്രീയെ തകർത്ത് കളഞ്ഞു. 2 പെൺമക്കളുടെ അമ്മയാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, അവർ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. അപ്പൊ ഇതുപോലെ ഒരു അമ്മേനെ കുറ്റവാളിയാക്കി കള്ളിയാക്കിക്കൊണ്ട്, അതും കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന, വീട്ടിലെ എച്ചിൽ പാത്രങ്ങളും ടോയ്ലറ്റും കഴുകി ജീവിക്കുന്ന ഒരു സ്ത്രീയോട് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാണിക്കേണ്ട മര്യാദ, ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കാണിക്കേണ്ട മര്യാദ, അല്ലെങ്കിൽ ജനപ്രതിനിധികൾ കാണിക്കേണ്ട ഒരു മര്യാദ ആരും കാണിച്ചില്ല എന്നുള്ളതാണ്. നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇത്രയും സാമൂഹികമായി മുന്നേറ്റം നടക്കുന്നു, നവോത്ഥാനം നടക്കുന്നു, എന്നാലും SC ST അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ വിഷയം വരുമ്പോൾ എല്ലാം ചത്തു. പിന്നെയും ഞങ്ങൾ ഈ സമരത്തിനും യുദ്ധത്തിനും സംസാരത്തിനും ഒക്കെ പോയാൽ മാത്രമേ ഞങ്ങൾക്ക് നീതി കിട്ടുള്ളൂ എന്നുള്ളൊരു ആ ഒരു പഴയ സിസ്റ്റത്തിലോട്ട് തന്നെ സ്റ്റേറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസം മുന്നെയാണ് വയനാട്ടിൽ ഒരു 17 വയസ്സുള്ള ആദിവാസി പയ്യനെ കൽപ്പറ്റ സ്റ്റേഷനിൽ പിടിച്ചു വെച്ച് രാവിലെ അവൻ തൂങ്ങി മരിച്ചു. എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട്? എന്നിട്ട് ഏതെങ്കിലും 17 മൈനർ ആയിട്ടുള്ള ഒരു കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിട്ട് ഒരു SHOയ്ക്കോ SIക്കോ ആർക്കും ഒരു പ്രശ്നമില്ല, അവർക്കൊരു പണിഷ്മെന്റും കിട്ടിയില്ല, അവരങ്ങ് സാധാരണ പോലെ അങ്ങ് പോവുകയാണ്. നഷ്ടം ഞങ്ങൾക്ക് മാത്രമാണ് നഷ്ടം. ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു, ആയുസെത്തും മുമ്പേ അവന് സ്വയം മരിക്കേണ്ടി വന്നു. എന്താണ് റീസൺ എന്നോ അല്ലെങ്കിൽ ഇതിനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഒരു പണിഷ്മെന്റോ അതൊന്നും ഇവിടെ നടക്കുന്നില്ല. വീണ്ടും ഈ കുറ്റകൃത്യങ്ങൾ അധികാരവർഗത്തിന്റെ ഇടയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് വരുന്നത്. പറയുമ്പം പറയെല്ലാം നല്ലതാണ്, ശരിയാണ്, മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ബെറ്റർ ആണ്. പക്ഷെ ഇത്തരത്തിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരുന്നു. അതൊരു സമൂഹത്തെ അപ്പാടെ ബാധിക്കുന്നുണ്ട്, കുട്ടികളെ ബാധിക്കുന്നുണ്ട്. എല്ലാവരും ഇത് കാണുന്നതല്ലേ? അപ്പൊ ഞങ്ങളെ വീണ്ടും ഞങ്ങളെ സോഷ്യലി ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ. റൈറ്റ്, ഓക്കെ. ധന്യ, ഇതിനകത്ത് ഇവരുടെ ഇപ്പോൾ ഈ സ്ത്രീ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു നിലപാടിലൊക്കെ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ? അതിൽ ഈ ഇപ്പോഴുള്ള ഇടപെടലൊക്കെ ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. അവർക്ക് ഇപ്പം ധൈര്യം വന്നിട്ടുണ്ടാവും. കാരണം ഞാൻ പോയിട്ടുണ്ട്, PKS വരെ പോയി. പിന്നെ അതുപോലെ തന്നെ മറ്റ് സംഘടനയുടെ ഞങ്ങളുടെ ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാരെ മാത്രമേ ഞങ്ങൾ ഈ കാക്ക കിടക്കുന്ന പോലെ കാക്കച്ചക്ക് എന്തെങ്കിലും പറ്റിയ മറ്റു കാക്കകളെ അവിടെ ഉണ്ടാവുള്ളൂ. അതുപോലെയാണ് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾ ഓടിപ്പോകുന്നു, ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ DGPയെ പോയി കാണുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും കമ്മീഷണറെ പോയി കാണുന്നു. ഇതൊക്കെ തന്നെ ഞങ്ങളുടെ ഇടയിൽ നടക്കുള്ളൂ. അല്ലാതെ ഒരു മന്ത്രി പറഞ്ഞു ശരി റിപ്പോർട്ട് എടുക്കുക, ആ പോലീസ് റിപ്പോർട്ട് എടുക്കുക, അത് പോലീസിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ പോലീസ് നടപടി എടുക്കുമെന്ന് സ്ട്രോങ് ആയിട്ട് പറയാൻ ഞങ്ങൾക്കൊരാളില്ല. ഇപ്പൊ കുറച്ച് മനുഷ്യരെങ്കിലും കൂടി ഞങ്ങളെല്ലാം അവർക്ക് ഇനി അവരുടെ മുൻപോട്ടേക്ക് ഒരു വീട് പോലും ഇല്ല. നിങ്ങൾ കണ്ടോ, മൺഭിത്തിയുള്ള ഒരു വീടാണ്, ഒരു വീട് പോലും ഇല്ലാത്ത സ്ത്രീയാണ്. 2 പെൺകുട്ടികളാണ് അവിടെ കഴിയുന്നത്. നമ്മളെല്ലാം പറയും ഭയങ്കര പദ്ധതികളാണ്, അതാണ് ഇതാണ്. ഇവരൊക്കെ ഇപ്പോഴും കിടക്കുന്നത് കണ്ടില്ലേ? ആ ഒരു കോളനി മൊത്തം അതേപോലെ ഇത്രയും ഒരു മാറ്റം വരാത്ത ഒരു സ്ഥലം പോലെ അങ്ങനെ കിടക്കുവാണ്. ഈ തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്പേസ് ആണെന്ന് ഓർക്കണം. ഈ മനുഷ്യർ ഇത്രയും രാവിലെ തൊട്ട് വൈകുന്നേരം പോയി ജോലി ചെയ്ത് 500 രൂപയും കിട്ടി, 2 കുട്ടികളെ, അവരുടെ പഠിത്തം, അവരുടെ ബസ് ചാർജ്, അവരുടെ ഒന്ന് ഓർത്ത് നോക്കിയേ. 2 ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുള്ള വീട്ടിലുള്ള മനുഷ്യർക്ക് തന്നെ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഒരു കൂലിപ്പണിക്ക് പോയി ഒരു പാത്രം കഴുകി ജീവിക്കുന്ന ഒരു സ്ത്രീയെ മാനസികമായിട്ടും ഫിസിക്കലി ഒക്കെ അവരെ തകർത്ത് കളയുന്നത്. ജീവിക്കാനോ ഒന്നും വേണ്ട, നമ്മൾ സഹജീവിക്ക് ജീവിക്കാനുള്ളൊരു പ്രേരണയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് സർക്കാർ തലത്തിൽ നിന്ന് തന്നെ അതിനെ നശിപ്പിക്കുകയാണ്. ഇപ്പൊ 25 ദിവസമായിട്ട് ഈ സംഭവം നടന്നു. എന്നാൽ ആ പോലീസിനെതിരെ ഒരു നടപടി എടുക്കണമെന്ന് ഇവരുടെ മേലുദ്യോഗസ്ഥർക്ക് ആർക്കും തോന്നിയില്ല എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരുടെ ഒരു ധാരണ ഇങ്ങനെയാണ്, SC ST ആണെ ആരും ചോദിക്കില്ല, മന്ത്രി ചോദിക്കില്ല, മുഖ്യമന്ത്രി ചോദിക്കില്ല, ആരും റിപ്പോർട്ട് ചോദിക്കില്ല. ആർക്കെന്ത്? ഏതെങ്കിലും ദളിത് സംഘടനകൾ അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ആരെങ്കിലും പോകും, ഞങ്ങൾക്ക് എത്ര വില തരുന്നുണ്ടെന്ന് ആർക്കറിയാം? ഞങ്ങൾ പറയുന്നത് അവർ കേൾക്കുന്നത് എന്താണ് ഉറപ്പ്? അത്രേ ഉള്ളൂ. അംഗീകാരത്തിന് പോലും ഇവിടെ വ്യത്യാസമുള്ള ഒരു സമൂഹമാണ്. വളരെയധികം വേദന ഉണ്ടാക്കുന്നു. ഇപ്പൊ നാളെ ആർക്ക് വേണോ സംഭവിക്കാം. ഒരാളുടെ പേരിൽ സംശയത്തിന്റെ പേരിൽ ഒരു പരാതി കൊടുത്താൽ നാളെ ഏത് സ്ത്രീക്കും അല്ലെങ്കിൽ ഏത് ഞങ്ങളുടെ ഇടയിലുള്ള ആർക്ക് വേണോ ഇങ്ങനെ 24 മണിക്കൂറോ 48 മണിക്കൂറോ ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷന്റെ ലോക്കപ്പിൽ കിടക്കേണ്ടി വരും. കുടിവെള്ളമില്ലാതെ അല്ലെങ്കിൽ മറ്റാരോടും പറയാതെ ഇങ്ങനെ കിടക്കേണ്ടി വരും. ഓമന ഡാനിയലിന്റെ പിന്നെ അവരെ കൂടി അട്രോസിറ്റി കേസിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അവര് തന്നെ മറന്നു വെച്ച് പോയ ഒരു സ്വർണം അവരുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ട് ആ സ്ത്രീയൊക്കെ ഒരു മാപ്പ് പോലും പറഞ്ഞില്ല. സോറി എന്നാ എനിക്ക് പറ്റിപ്പോയി, ഒരു സംശയം അങ്ങനെ പോലും ഇവരോട് പറഞ്ഞില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ SI
ഈ പോലീസ് സ്റ്റേഷനിലുള്ളവരെല്ലാം അവരെ ഭീഷണിപ്പെടുത്തിയില്ല. എന്നാ ബിന്ദുവിനോട് പറയാം ഇത് തെറ്റ് പറ്റിപ്പോയി, അങ്ങനെ ആരും പറയാൻ തയ്യാറില്ല. പകരം നീ ഇത് പുറത്തു പറഞ്ഞാൽ നിന്നെ ഭീഷണിപ്പെടുത്തിയാണ് അവരെ തിരിച്ചയച്ചത്. അതൊക്കെ ഒരു സമൂഹത്തിന് കൊള്ളാവുന്ന കാര്യമാണ്. ഇതൊക്കെ മുളയിലെ നുള്ളി എറിയേണ്ട കാര്യങ്ങളാണ്. അത് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഈ 2025 ഇങ്ങനെ ഒന്നും, ബാക്കി എല്ലാ സമൂഹം എത്രയോ മുമ്പോട്ട് പോയി. ഞങ്ങൾ ഇപ്പോഴും മുടിവെട്ടിയ കേസ്, പിന്നെ കള്ളത്തരത്തിന്റെ കേസ്, മോഷ്ടിച്ചു, ഇത് ഞങ്ങൾ ഇങ്ങനെ ആക്കി തീർക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കറുത്ത ശരീരം കാണുമ്പോൾ എന്തൊരു ഹീനമായിട്ടുള്ള ചിന്താഗതിയാണ് ഇവരുടെയൊക്കെ മനസ്സിലുണ്ടാവുന്നതെന്ന് അറിയാമോ? തീർച്ചയായിട്ടും വളരെ നന്ദി. ധന്യാരാമനാണ് പ്രതികരിച്ചത്. ഏതായാലും ഇതിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നുള്ളൊരു സൂചനകളൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടോടുകൂടി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളതെന്നുകൂടിയാണ് ധന്യ പ്രതികരിച്ചത്.